അസ്സലാമലൈക്കും. റസീ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, മഴൻ്റെ ശബ്ദമുണ്ട്, അതിനെക്കൊണ്ട് നിങ്ങളാരും ഒന്നും പറയരുത്. കാരണം എന്താണ്, അത് നമുക്ക് തന്നെ ഒരു ഡിസ്റ്റർബ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ മഴൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ അതിലൊക്കെ ആ ശബ്ദം ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താട്ടോ മഴൻ്റെ ശബ്ദം കൂടുതലുണ്ടാകുക. വീഡിയോ എടുക്കുന്ന സമയത്ത് വെയിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മക്കൾ കളിക്കുകയാണ്. മക്കളും എൻ്റെ നൂറയും സലു കുഞ്ചും കൂടി കളിക്കുകയാണ്. അപ്പോൾ 6 കുട്ടികളുണ്ട്, അതായത് 3 പൂച്ചക്കുട്ടികളും 3 മനുഷ്യക്കുട്ടികളും. അപ്പോൾ ഒരേ കളിയിലാണ്. അപ്പോൾ കാറ്റുള്ളാമെന്ന്. അപ്പോൾ നമുക്കുണ്ടല്ലോ ഈ പ്രായം ചെന്നവർക്കും അതല്ല നമ്മളെപ്പോലെ പ്രായമാകാത്തവരും രോഗിയായി വീട്ടിലിരിക്കുന്നവരും പല മാനസികമായ പല പ്രശ്നങ്ങളുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കാറ്റുകൊള്ളുക, ഒന്ന് അങ്ങോട്ടും ഇറങ്ങി നടക്കുക, ഒന്ന് ഇരിക്കുക, ഒന്ന് സംസാരിക്കുക, അതൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിനൊരാനന്ദവും ഫീലിങ്ങും ഉണ്ടാകുന്നൊരു സംഭവമാണ്. അപ്പോൾ എൻ്റെ സലൂനതാ പിടിച്ചു കൊണ്ടുവരുന്ന. സലൂന് മടിയാണ് കളിക്കാൻ. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഓടിയേ നോക്കിക്കൊണ്ടേ എൻ്റെ അച്ചു എടുത്തുകൊണ്ട് വന്നതാ. കണ്ടോ, ഓടി കഴിച്ചിട്ടായി. ഇനി അവിടെ പുല്ലിൽ പോയിട്ട് ഒളിച്ച് നിൽക്കും. എന്നുവെച്ചാൽ നൂറ വരുമ്പോൾ നൂറാനെ പിടിക്കാൻ. കൊയങ്ങി, എൻ്റെ അച്ചു കൊയങ്ങിട്ടോ. അച്ചു ഫിലും കൂടിയാണ് കളിക്കുന്നത്. ഓരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരങ്ങനെ അവിടെ കളിക്കട്ടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കളി മാത്രം ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നല്ല പച്ചപ്പുല്ലും ചെറിയ ചെറിയ കമ്മൽ ചെടിയും ഒക്കെ ഇങ്ങനെ കാണാൻ. ചെറിയൊരു ചാലിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് കാണാം. പിന്നെ അവിടെ തോട്ടിൽ മക്കൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു കൈത്തോടുണ്ട്. ആ തോട്ടിൽ നിന്ന് കുളിക്കുക. കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച ഭക്ഷണമൊക്കെ കഴിക്കുന്നതും ഇവിടുന്ന് തന്നെ കേട്ടോ. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഭക്ഷണം കൊണ്ടുവച്ച് കഴിക്കുന്നത് കാണിച്ചു തരാം. കുറച്ച് ചിക്കൻ കറിയുണ്ട്. ചിക്കൻ ഗ്രേവി ഇല്ലാതെ ഒരു പ്രത്യേക നമ്മളെ ഒരു ഗ്രേവി ഇതുണ്ടാക്കിയിട്ടുണ്ട്. സോയാ സോക്സൊക്കെ ചേർത്തിട്ട് കേട്ടോ. അപ്പോൾ കടായി അല്ല, അതേപോലെ തന്നെ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ കണ്ടില്ല ചെറിയ കമ്മൽ ചെടിയൊക്കെ കണ്ടോ. സലു അവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നൂറ ഇങ്ങനെ വരും കേട്ടോ. നൂറ വരുമ്പോൾ നൂറനെ പിടിക്കുമോ, അതാണ് ഓളെ പരിപാടി. കണ്ടോ, ചെറിയ കമ്മൽ ചെടി. നാത്തൂനവിടുന്ന് അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ തോട്ടിൽ. അവര് വരുമ്പോഴാണ് എൻ്റെ അലക്കമൊക്കെ നടക്കാറ്. വാഷിംഗ് മെഷീനിൽ വല്ലപ്പോഴേ ഇടാറുള്ളൂ. കാരണം കറണ്ട് ബില്ല് കൂടിയാൽ അതും അടയ്ക്കാനുള്ള നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അത് കണ്ട് അപ്പോൾ നമുക്ക് മക്കളെ കളിയിലും കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് കണ്ട് നൂറതാ തോടിൻ്റെ അടുത്ത് സ്മെല്ല് ചെയ്ത് എല്ലാം അവളിങ്ങനെ പോവാട്ടോ. സലു എല്ലാം നൂറനെ ഓടിച്ച് വീട്ടിലേക്ക് ഓടിച്ചേ. ഇനി നൂറ വരുന്നവരെ ഓനവിടെ പതുങ്ങി കിടക്കും. സലു ആണാണ്, സൽമാൻ എന്നാണ്. സലു എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. നൂറ ബേബീനെ ഓളിപ്പോൾ പ്രഗ്നൻ്റ് ആണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. ഓൾക്ക് കുട്ടികളുണ്ടാകുന്ന ഒരു വയസ്സ് തികയുന്നതിൻ്റെ ഒരു വയസ്സ് തികഞ്ഞതിന് ശേഷം ഒക്ടോബർ 5-ന് ഓള് ഒരു വയസ്സ് പൂർത്തിയായി. ഇന്നതിന് ശേഷം ഓള് ഒക്ടോബർ 9-ന് സലുവായിട്ട് മീറ്റ് ചെയ്തു. അൽഹംദുലില്ലാ, റാഹത്തുള്ള കുട്ടികളുണ്ടാവട്ടെ. സന്തോഷത്തോടു കൂടി ഐറ്റങ്ങളെ കാണാനും കളിപ്പിക്കാനൊക്കെ ഉള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുക ഞാൻ. എൻ്റെ മക്കളെ കളിയൊക്കെ ഇപ്പോൾ ഏകദേശം കഴിയാനായിട്ടോ. അപ്പോൾ നൂറ് കണ്ടോ ഇവിടെ ഇരുന്നുണ്ട്. ഇനി ഓളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഓളൊന്ന് വിളിച്ച് കഴിഞ്ഞാൽ നോക്കിക്കൊണ്ടേ ഓളിപ്പോൾ അവിടെ സലു ഓടിയരും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുക. ഇപ്പോൾ അവിടെയൊക്കെ ഒന്ന് മണപ്പിച്ച് നോക്കി എന്താ അവിടെ സ്മെല്ല് ചെയ്യുന്നത് പോലെ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ വരും. ഇപ്പം നോക്കിക്കൊണ്ടേ കേട്ടോ. അടുത്തേക്ക് വെല്ലനെ പതുങ്ങി വരും. അന്നപ്പോഴേക്കും അവിടെ എന്തോന്ന് കണ്ട് അവിടെ നോക്കാൻ പോയതാണ്. അങ്ങനെയാണ്. ഇനി എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ വിളിക്കുമ്പോൾ നൂറാന്ന് വിളിച്ച് കഴിഞ്ഞാൽ കണ്ടോ മൈൻഡില്ല. ഓക്ക് തിരക്ക്, കാണാനും നോക്കാനും നേരമില്ല. ഓളെന്തോ പുല്ലൊക്കെ കണ്ട് ആ പുല്ലൊക്കെ കഴിക്കാനുള്ള തിരക്കാണ്. ഇപ്പം നമ്മളെ കുഞ്ചു വന്നു. കുഞ്ചുവിനെ ചാടിച്ച് കണ്ടോ, കുഞ്ചുവിനെ ഓടിച്ച് പോയി. അപ്പോൾ നമ്മളെ പ്രത്യേകം ഞാൻ ഉണ്ടാക്കിയൊരു ചിക്കനാണ്. പൊറോട്ട, അതായത് മാവ് കലക്കിയിട്ടുള്ള പൊറോട്ട, പിന്നെ ഇഡ്ഡലി, കോഴിക്കറിയും. മക്കളതാ കുളിക്കുന്ന. ഓരോ കുളി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കും. ഞാൻ 2 വിറകിൻ്റെ കൊള്ളി ഇട്ടിരുന്നു, അതും കൊണ്ട് അങ്ങോട്ട് പോയതാണ്.
അപ്പോൾ നല്ലൊരു പൂവുണ്ടല്ലോ നിങ്ങൾ, ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാതാ. അടുത്ത വീട്ടിലെ പിന്നെ പൈൻ്റെയൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഒരാവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ നൂറയും കുഞ്ചും ഒക്കെ അതാ. അപ്പോൾ ഓളൊന്ന് കയറിട്ട് പിടിച്ചതാണ്. ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ബായ്.